മിഷിഗൺ പള്ളിയിലെ അക്രമി ട്രംപ് അനുഭാവിയെന്ന് സൂചന. മിഷിഗണിലെ ഗ്രാൻഡ് ബ്ലാങ്കിലുള്ള ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലാറ്റർ ഡേ സെയിൻസിൽ നടന്ന വെടിവെപ്പിന് ഉത്തരവാദിയായ പ്രതി തോമസ് ജേക്കബ് സാൻഫോർഡ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനുഭാവിയാണെന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ട്രംപിനോടുള്ള അനുഭാവം വ്യക്തമാക്കുന്ന ഒട്ടേറെ പോസ്റ്റുകൾ ഇയാൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. ഞായറാഴ്ച പള്ളിയിൽ പ്രാർത്ഥന നടക്കവെയായിരുന്നു വെടിവെപ്പ്. വാഹനത്തിലെത്തിയ അക്രമി പള്ളിയിലേക്ക് വാഹനം ഓടിച്ചു കയറ്റിയാണ് നിറയൊഴിച്ചതെന്നും അധികൃതർ പറഞ്ഞു. ഇയാൾ പള്ളിക്ക് തീ വയ്ക്കുകയും ചെയ്തു. തീ ആളിപ്പടർന്നതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി. ജോസഫ് സ്മിത്ത് 19ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ചതാണ് മോർമോൺ സഭ. ദി ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലാറ്റർ ഡേ സെയിൻസ് എന്നതാണ് ഔദ്യോഗിക നാമം. സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ സാൻഫോർഡ് കൊല്ലപ്പെട്ടു. ടേണിംഗ് പോയിന്റ് USA സ്ഥാപകൻ ചാർലി കിർക്കിന് നേരെയുണ്ടായ വെടിവെപ്പിന് ശേഷം സംഘർഷങ്ങളുടെയും രാഷ്ട്രീയ അതിക്രമങ്ങളെ കുറിച്ചുള്ള ഭയത്തിന്റെയും പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സംഭവം. മിനിയാപോളിസിലെ അനൻസിയേഷൻ കാത്തലിക് സ്കൂളിൽ അടുത്തിടെ നടന്ന വെടിവെപ്പിൽ 2 കുട്ടികൾ കൊല്ലപ്പെടുകയും 17 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആക്രമണത്തിന്റെ കാരണം ഇതുവരെ അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. സാൻഫോർഡിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കാണിക്കുന്നത് ഇയാൾ വിവാഹിതനും അപൂർവമായ ജനിതക രോഗമുള്ള കുട്ടിയുടെ പിതാവുമാണെന്നാണ്. സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ സാൻഫോർഡിനെ തോമസ് എന്നതിലുപരി ജേക്ക് എന്നാണ് വിളിച്ചിരുന്നത്. പൊതുരേഖകൾ പ്രകാരം സാൻഫോർഡിന് ഒരു പാർട്ടിയുമായി ബന്ധമില്ലായിരുന്നു. 2019 സെപ്റ്റംബറിലെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ലിബറലുകളെ വീണ്ടും കരയിപ്പിക്കുക എന്നെഴുതിയ ഒരു ട്രംപ് 2020 ടീഷർട്ട് ധരിച്ചതായി കാണാം. മിഷിഗണിലെ ബർട്ടണിലുള്ള ഈസ്റ്റ് ആദർട്ടൺ റോഡിലെ 4100 ബ്ലോക്കിലെ വീട്ടിലായിരുന്നു സാൻഫോർഡ് താമസിച്ചിരുന്നതെന്നും രേഖകൾ കാണിക്കുന്നുണ്ട്. 2025 ജൂണിൽ നിന്നുള്ള ഒരു ഗൂഗിൾ മാപ്സ് ചിത്രത്തിൽ പ്രതിയുടെ വീടിന് പുറത്ത് ട്രംപ് വാൻസ് സ്റ്റോപ്പ് എന്നെഴുതിയ ബോർഡും കാണിക്കുന്നുണ്ട്. ഈ ചിഹ്നത്തെക്കുറിച്ച് പല അമേരിക്കൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2021 മെയ് 12 ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ സാൻഫോർഡിന്റെ ഭാര്യ ടെല്ല സാൻഫോർഡ് ബ്രിങ് ട്രംപ് ബാക്ക് എന്നീ ഹാഷ്ടാഗുകളോടൊപ്പം ഒരു ലിങ്ക് പങ്കുവച്ചിരുന്നു. ആ ലിങ്കിലെ ഉള്ളടക്കം പിന്നീട് നീക്കം ചെയ്യപ്പെട്ടു. സാൻഫോർഡ് ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികനായിരുന്നു എന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. 2004 മുതൽ 2008 വരെ നീണ്ടുനിന്ന സേവനത്തിനിടയിൽ സർജന്റായി സേവനമനുഷ്ഠിക്കുകയും മെഡലുകൾ നേടുകയും ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം മിഷിഗണിലെ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് വാഹനം ഓടിച്ചു കയറ്റി വെടിയുതിർത്ത അക്രമം ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിന് മുൻപാണ് ട്രംപ് തന്റെ അനുമാനം പ്രഖ്യാപിച്ചിരുന്നത്. അതേസമയം അക്രമിയെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തി. ഗ്രാൻഡ് ബാങ്കിലുള്ള ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലാറ്റർ ഡേ സെയിൻസ് പള്ളിയിലാണ് ഞായറാഴ്ച വെടിവെപ്പുണ്ടായത്. പള്ളിയിൽ തീപിടുത്തവും ഉണ്ടായി. ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 40 വയസ്സുകാരനായ അക്രമി വാഹനം പള്ളിക്കുള്ളിലേക്ക് ഓടിച്ചു കയറ്റുകയായിരുന്നു. ശേഷം വെടിയുതിർക്കുകയും മനഃപൂർവ്വം തീയിടുകയുമായിരുന്നു. പോലീസ് നടത്തിയ വെടിവെപ്പിലാണ് അക്രമി കൊല്ലപ്പെട്ടത്. അക്രമിയുടെ വെടിവെപ്പിൽ പരിക്കേറ്റവരിൽ കുട്ടികളും ഉൾപ്പെടുന്നു. പരിക്കേറ്റ ചിലരുടെ നില ഗുരുതരമാണ്. ബർട്ടണിൽ നിന്നുള്ള 40 വയസ്സുകാരനാണ് അക്രമി എന്ന് പോലീസ് തിരിച്ചറിയുകയും ചെയ്തിരുന്നു. അക്രമി തന്റെ വാഹനം പള്ളിയുടെ മുൻവാതിലിലൂടെ ഓടിച്ചു കയറ്റി. തുടർന്ന് ഇയാൾ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി പള്ളിയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് നേരെ നിരവധി തവണ വെടിയുതിർത്തു. വെടിവെപ്പിന് ശേഷം അക്രമി മനഃപൂർവ്വം തീയിടുകയായിരുന്നെന്നാണ് പോലീസ് പറഞ്ഞത്. തീപിടുത്തത്തിൽ പള്ളി പൂർണ്ണമായും കത്തി നശിച്ചു. തീ അണച്ചതിന് ശേഷമേ കൂടുതൽ പേർക്ക് അപായമുണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയൂ എന്ന് പോലീസ് മേധാവി വില്യം റെന്നി പറഞ്ഞിരുന്നു. സംഭവ സമയത്ത് 100 കണക്കിന് ആളുകൾ പള്ളിയിൽ ഞായറാഴ്ച ശുശ്രൂഷയിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു. പോലീസിന് സഹായമായി FBI 100 ഏജന്റുമാരെ അധികം നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. പള്ളിവളപ്പിൽ നിന്നും സ്ഫോടക വസ്തു പോലെയൊന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ബോംബ് സ്ക്വാഡ് ഇത് പരിശോധിച്ചിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അക്രമത്തെ അപലപിക്കുകയും ചെയ്തു. മിഷിഗണിലെ ഗ്രാൻഡ് ബ്ലാങ്കിലുള്ള ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലാറ്റർ ഡേ സെയിൻസിൽ നടന്ന ഭീകരമായ വെടിവെപ്പിനെ കുറിച്ച് തനിക്ക് വിവരം ലഭിച്ചെന്നും FBI ഉടൻ തന്നെ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഫെഡറൽ അന്വേഷണത്തിന് നേതൃത്വം നൽകുകയും സംസ്ഥാന പ്രാദേശിക ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുമെന്ന് ട്രംപ് അറിയിച്ചു. പ്രതി മരിച്ചുവെങ്കിലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നും അമേരിക്കയിലെ ക്രിസ്ത്യാനികൾക്കെതിരായ മറ്റൊരു ആക്രമണമായി തോന്നുന്നുവെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. ഇരകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ട്രംപ് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. മിഷിഗൺ ഗവർണർ ഗ്രെച്ചൻ വിറ്റ്മർ ഗ്രാൻഡ് ബ്ലാങ്ക് സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. ആരാധനാലയങ്ങളിൽ നടക്കുന്ന അക്രമം അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ലാറ്റർ ഡേ സെയിൻസിനെ ചേർത്ത് പിടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.